അടിപൊളി സാധനം കേട്ടോ. അതൊക്കെ എന്താ വില അറിയേ? എന്താ വില പറഞ്ഞേ? ചോദിച്ചുകൊടുക്കുന്നുണ്ട്. അത് ആൾക്കാർ വട്ടം കൂടി നിൽക്കുകയാണ്. ചോദ്യം പറയാൻ പറ്റുമോ? ചോദ്യം 1.25. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളെ മഞ്ചേരി ചന്തയിലാണ്. എന്താ പറയാ, നിറച്ച് പോത്തുകളാണ്. റോഡ് മൊത്തം വണ്ടികളാണ്, കണ്ടമാനം കണ്ണുകളാണ്. കുട്ടികളൊക്കെ കേട്ടോ. ഒരുപാട് ദിവസമായിട്ട് വന്നിട്ട് ഇപ്പം പെരുന്നാളിന്റെ തിരക്കാണ്. നേരെ പോയത് ഇപ്പൊ പോത്തുകളൊക്കെ വണ്ടികള് നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ചന്തയ്ക്ക് കയറുള്ള വണ്ടികളതൊക്കെ കേട്ടോ. ഇതന്നെ ഇവിടെ ലോഡാണ്. കാരണം അത്രയും വണ്ടികള് പിന്നെ കണ്ടേ ഒക്കെ നോക്ക്, ഫുള്ള് പോത്തുകളാണ്. അതായത് എല്ലാവരും പാടെ ഒന്നിച്ച് വന്നിട്ടാണ്. ഇഷ്ടം പോലെ വണ്ടികളല്ലേ. അതൊക്കെ എന്താണ് ഇറങ്ങാനുള്ള വട്ടം. ചെറിയ സാധനങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോ ലോഡ് വന്ന എന്താ അവസ്ഥക്ക് എത്ര ലോഡാ സാധനക്കാര്. അതുകൊണ്ട് ഇഷ്ടം വലിയ വണ്ടികളാണ്. ചന്ത മിക്കവാറും ആദ്യം അപ്പുറ സൈഡിൽ കേട്ടോ. ആ സൈഡ് മാത്രല്ല, ഫുള്ളായിട്ട് വണ്ടികളാണ്. ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഫുള്ള് വണ്ടികളാണ്, ഫുള്ള് പോത്തുകളാണ്. ഇത് നന്നായിട്ട് ഇറക്കില്ല കേട്ടോ. ഇതാണ് എൻട്രി കേട്ടോ. എൻട്രി ഇവിടെ കൊണ്ടുവരുന്നു, അവിടെ ഇറക്കും. ഫുള്ള് വണ്ടികള്, ഫുള്ള് സാധനങ്ങള് ഇറക്കണം. നേരെ പോകും. ഇയാളത് എല്ലാവരും ഉണ്ടാവും. ഇയാളെല്ലാവരും ഉണ്ടാവും. സാധനം ഉണ്ടല്ലേ. ഞാനേ ഒറ്റ ഫ്രെയിമിൽ കാണിച്ചെടുത്ത എന്താ പൊന്നോ, ഒരു രക്ഷയില്ല. അമ്മാതിരി സാധനം. അവിടെ നിന്ന് തുടങ്ങും കേട്ടോ. പിന്നെ നോക്ക്, ഈ കാള പോണത് എന്താ സൈസ്. തമിഴ്മാരാണുള്ളൂ, കണ്ണന്മാരാണുള്ളൂ. ഇവിടെ നിന്ന് അങ്ങനെ തുടങ്ങിയിട്ട് അവിടെ അങ്ങനെ പോയി അതിൽ കൂടെയൊക്കെ ഇങ്ങനെ വരും. ഇത്രയും സാധനങ്ങൾ ഇവിടുത്തെ കണ്ടോ. ഇവിടെയൊക്കെ വലിയ പോത്തുകളാണോ. ചെറിയ സാധനങ്ങളുണ്ട്. അപ്പൊ ആളുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. എത്ര വണ്ടി ഉണ്ട് വെച്ചാല് അത്രയും വണ്ടി ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു പോത്ത് വെയിറ്റിംഗ് ആട്ടോ. അത് വലിയൊരു പോത്തേ വെയിറ്റിംഗ് ആണ്. കാരണം എല്ലാവരും കന്നിറക്കുന്ന തിരക്കിലാണ്. അത്രയും കന്നുകൾ, അത്രയും കന്നിറങ്ങി നോക്കിക്കോട്ടോ. നമുക്ക് ഇതൊക്കെയാണ് ചെറിയ കുട്ടികൾ, ഇടത്തരം. ഇതാണ് വലിയ കന്നുകൾ കേട്ടോ. അപ്പോൾ വലിയ സൈസ് പറഞ്ഞാല് അത്രയും വലിയ പോത്തുകൾ. അങ്ങനെ അങ്ങോട്ട് കാളകൾ. ഇവിടെ ഓങ്കോളിന്റെ കളറുണ്ടോ, എച്ചപ്പിന്റെ കാള, ഓങ്കോൾ കാളകള്. ഇത്രങ്ങനെ സാധനങ്ങൾ അറിയാം. വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചാർപ്പ വന്നുകൊണ്ടിരിക്കുക. അത് രണ്ടാൾക്കാർ പിടിക്കുന്ന സാധനങ്ങൾ കേട്ടോ. കാളകള് ഒക്കെ തമിഴ്നാട് ടച്ച് കാളകളാട്ടോ. സാധനങ്ങൾ കൊണ്ടുപോകാണ്. പോട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇങ്ങനെ ഒന്ന് ശരിക്കൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടിട്ട് വേണം പോവാൻ വെച്ചിട്ടാണ്. ചെറിയ പശുക്കള്
പറയാനും പറ്റാം മറ്റൊരു ഞാൻ ചെറുക്കനൊക്കെ ഇന്നലെ വാങ്ങാൻ പറ്റും ഓനെ കൊണ്ടേതൊക്കെ ഓനാ ഓലെ ഓലെ ഓർക്ക് 1000 2000 കൊടുത്തില്ല. അടിപൊളി കളറാട്ടോ, അടിപൊളിയാണ്. ഓങ്കോളിന്റെ സൈസ് ഒക്കെ എന്താ സൈസ്. ആൾക്കാര് പോകുമ്പോഴേ വലിയ വലിയ ഓങ്കോള് ശരിക്കും ഓങ്കോള് ആണോ കേട്ടോ മോനെ. സാധനം നോക്ക്, അങ്ങോട്ട് പോ. എന്താ സാധനം എനിക്ക് ഈ കാണാനല്ല അതിന്റെ ലുക്ക് ശരിക്ക്. പേടിക്കാം കേട്ടോ, എന്താ സൈസ് ഒക്കെ. ചെറിയൊരു മഴേന്റെ കോളുണ്ട്, ഫുള്ള് ഓങ്കോൾ കേട്ടോ. ഇതൊക്കെ നല്ല സൈസാണ്. എത്രങ്ങോനോ വലിയ വലിയ സാധനം. ശരിക്കും എന്തിനാ പോവാ? പെരുന്നാക്കാണോ അതോ ഇറച്ചിക്കോ? ഫുള്ളതാണ് ശരിക്ക്. ഇതിന്റെ സൈസ് കാണില്ല കേട്ടോ. ഇവിടെ തന്നെയാണ് ഈ വരി മൊത്തം അതാണ് കാണാലേ. കന്ന് കൂടുതലായാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് വീടെടുക്കാൻ പറ്റുള്ളൂ. പോത്തുകളുണ്ട്, സാധനം വരുന്നത്. യൂട്യൂബിൽ വില കമ്മിയാകാനും എന്താ ലുക്ക്. ഇതൊക്കെ വരുമ്പോ തന്നെ ആൾക്കാർ നോക്കുന്നുണ്ട് കേട്ടോ. ചില ടീം അടിപൊളി അടിപൊളി സാധനങ്ങള് വന്നോണ്ടേ ഇരിക്കാണ്. പോത്തുകള്, എരുമകള്. നമ്മുടെ ടീമുണ്ട് കേട്ടോ, അൻവർക്കാന്റെ ടീം ഇവിടെ ഉണ്ട്. അപ്പൊ എന്താ അന്ന് കൂടിയുള്ള കുഴപ്പം എന്താ വെച്ചാല് തിരക്കാവും, നടക്കാനും വയ്ക്കൂല, ഒന്നിനും വയ്ക്കൂല. കണ്ടോ, ഇതൊരു ഏരിയ ആണ്, ഫുള്ള് കാളകള്. ഈ സൈഡില് ഫുള്ള് കാളകളാണ്. പോത്തുകള് പരമാവധി കുറവും, ഫുള്ള് ഓങ്കോളിന്റെ വലിയ കാളകള്. വേറെ കാളൊക്കെ ഇവിടെ അടിപൊളി കാളാട്ടോ. ഇതേമാതിരി ഇഷ്ടംമാതിരി കാളകളാണ്. അതായത് ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവിടുന്ന് ഒന്ന് വരും, അപ്പോഴത്തേക്കും ഇപ്പുറത്തുനിന്ന് വരും. നമുക്ക് എന്താ പറയാ, നമുക്ക് മര്യാദക്ക് വീഡിയോ കാണാൻ പറ്റാത്ത അവസ്ഥയോ. എത്ര ഉണ്ടെന്ന് ഉണ്ട്. പെരുന്നാളിന്റെ തന്നെ അല്ലേ, പെരുന്നാൾ ചൂട്. പൻപുറക്കാൻ്റെ കയ്യിൽ സാധനം കിട്ടുന്നു. പൻപുറക്കാൻ്റെ കയ്യിലുള്ള സാധനങ്ങള് ഇത്ര 10-20 ഉണ്ട് കേട്ടോ, കുറെ ഉണ്ട്. പൻപുറക്ക അവിടെ ഉണ്ട്, ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് സാധനങ്ങള്. അതൊക്കെ 30 30 വീട്ടിലെല്ലാം കാളാണ്. ഇനി ഇടത്തരം ഇന്ന് ഏറെക്കുറെ ചെറിയ ഐറ്റങ്ങളാ, ഒരു മീഡിയം സൈസ് ഉള്ളത് അല്ലേ. ഇതാ ഈ വരിങ്ങളത്, ആ തെങ്ങുമയ്ക്കുള്ളത് അവിടെ വരെ ഉണ്ട്, അപ്പുറത്തേക്കുണ്ട്. അവിടെ വരെ അടിപൊളി കാളകൾ കേട്ടോ, ചെറിയ കാളകൾ. എവിടെ നിൽക്കടക്കൂല കേട്ടോ, നമ്മളങ്ങനെ പോകേണ്ടി വരും. നിന്ന് കഴിഞ്ഞാല് കാരണം എന്താ വെച്ചാല് നേരത്തെ തട്ടും. ചാണകം പോത്തുള്ളത് ചിപ്പോളി പോത്ത്. എന്താ സൈസ് പോത്തുള്ളത്, സൂപ്പർ പോത്ത്. 2 പോത്തുകൾ. ആൾക്കാരൊക്കെ ഇന്ന് വാങ്ങാൻ വന്നിട്ടുണ്ടോ കേട്ടോ. കാരണം പെരുന്നാളിന് വെറും ഒരു 10 ദിവസം തയ്ച്ചില്ല. അപ്പോൾ പാർട്ടിക്കാരുണ്ടാവും, അതേപോലെ തന്നെ വേറെ കാണാൻ വരുന്ന ആൾക്കാർ, കച്ചവടക്കാർ. അവിടെയാണ് പോത്ത് കേട്ടോ. ഫുള്ള് വലിയ പോത്തുകൾ ഇവിടെയാണ്. അതൊക്കെയാണ് വലിയ പോത്തുകളുടെ സെക്ഷൻ. വലുത് പറഞ്ഞാൽ ടോപ്പ് പോത്തുകൾ.
നമ്മുടെ ഇടക്കര ചന്തയിലൊക്കെ പലപ്പോഴും വരുമ്പോൾ വലിയ കന്നുകൾ ഇവിടെയൊക്കെ സാധാരണ പോത്താണ്. മഞ്ചേരി ചന്ത പറഞ്ഞാൽ വലിയ ചന്തയാണ്. അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഇത് പോത്തിൻ്റെ ആയിട്ട് കേട്ടോ, ഫുൾ പോത്തുകൾ, വലിയ പോത്തുകൾ കണ്ടോ, വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ. പോത്തുകൾ പറഞ്ഞാൽ ഒരു അടിപൊളി ഉള്ളൻ കേട്ടോ, വലിയ സൈസൊന്നും ഇല്ലാത്തൊരു എട്ടത്തരം കാറാട്ടോ. അത് ഇറച്ചിക്ക് നല്ല ഉണ്ട്, പക്ഷെ എന്താ പറയുക, സൈസ് അടിപൊളി സാധനം. ഓക്കെ, എന്താ സൈസ്, കാലുകൊണ്ട് അടിപൊളി. വണ്ടിയിൽ നിന്ന് ഇറക്കം ഉണ്ടല്ലോ, പോലും കെട്ടല എവിടെയെന്നുള്ളത് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അങ്ങോട്ട് കെട്ടണം അങ്ങോട്ട് കെട്ടണം എന്നുള്ളത് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എന്താ സൈസ് അത്. നമ്മളെ മുജീബാക്കാൻ്റെ HFൻ്റെ കാലാട്ടോ കാണിക്കാൻ കൊണ്ടെന്നാണത്, അത് മാറ്റിക്കെട്ടാണ് കാണിക്കണേ. അതായത് ആർക്കും പാർട്ടിക്കാർ ഇത്ര ഇറച്ചി ഉണ്ടെന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ മുജീബാക്കയാണ്, നമ്മുടെ ഇടയ്ക്ക് ചന്തയിലൊക്കെ ഉണ്ടാവുള്ളൂ പുള്ളിക്കാർ. സാധനം കൊണ്ട് പല്ല് തന്നെയാണ്. ഇനി ഇപ്പോൾ എടുക്കണതല്ല കേട്ടോ, പല്ല് നോക്കുക, പ്രായം നോക്കുകയാണ്. വില പറഞ്ഞു കേട്ടോ, വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീരുമാനമായപ്പോൾ കൊണ്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഉള്ളിക്കിന്നെ വലിച്ചു കയറ്റും. അതാണ് പരിപാടി. വില പറച്ചിലാണ്. വില പറഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ ആ കാക്കായിനെയും കൊണ്ടുപോകും. ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് നേരെ മുജീബാക്ക എന്ത് ചെയ്യും, ഇതിൻ്റെ കയറ്റും ചെയ്തിട്ടോ. വെയിറ്റ് ചെയ്യട്ടോ, അവള് പറ്റിയില്ല, വില ഒത്തില്ല. നേരെ തിരിച്ചെന്ത് ചെയ്യാണ്, തിരിച്ചു പോകട്ടോ. അപ്പോൾ സംഭവം എന്തായിട്ടുണ്ട്, തീരുമാനമായില്ല കേട്ടോ. അപ്പോൾ ആലോചിക്കാണ്, വേറെ അങ്ങോട്ട് കുറയ്ക്കണ കൂട്ടണമൊക്കെ ആലോചനയിലാണ്. ഇതിൻ്റെ അപ്പുറത്തെ അടിപൊളി സാധനം കേട്ടോ. ആള് നോക്ക്, മൂക്കയറൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കയറൊക്കെയാണ്. അപ്പോഴത്തേക്ക് ഇവിടെ വേറെ സാധനം വരും കേട്ടോ. എന്താ സാധനം സാധനം നരി സാധനം അല്ലേ, നരി സാധനം. അതെ, നല്ല അടിപൊളി ചീമക്കാള കാണിക്കാൻ ഇറക്കിയതല്ലേ, കാണിക്കാൻ ഇറക്കിയതാണ്, ഇറക്കിയതാണ്. ചോദിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആൾക്കാർ വട്ടം കൂടി നിൽക്കാണ് അല്ലേ, വട്ടം കൂടിക്കാണ്. ചോദ്യം പറയാൻ പറ്റുമോ? ചോദ്യം 1.25 1.25 അല്ലേ, മാന്യമായ വില, മാന്യമായ വിലക്ക്. അതെ, 1.25 കാളാട്ടോ. HF അല്ലത്, HFല് നല്ല അടിപൊളി കാള, അടിപൊളി കാള. എത്ര ഉണ്ട് മൊത്തം? എത്ര ഉണ്ട്? 20 ഉണ്ട്. പെരുന്നാൾ ചന്തയാണ് അല്ലേ, പെരുന്നാൾ ചന്തയാണ്. ഓക്കെ, ഇനി അടുത്ത ആഴ്ച ഒന്നും കിട്ടൂല, ഒരു ദിവസം കിട്ടൂലേ? ഒരു ദിവസം ചിലപ്പോ, പക്ഷെ അന്ന് ഒരു സുഖം ഉണ്ടാവില്ല, അന്ന് സുഖം കിട്ടൂല. ഇന്നാണ് ദിവസം, അന്ന് വേണ്ട ദിവസം എന്നാണ് അല്ലേ. ഓക്കെ, അപ്പൊ അടിപൊളി സാധനം കേട്ടോ. HFന്റെ കാള 1.25 ചോദ്യം. അങ്ങോട്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. മുജീബാക്കാന്റെ കന്ന് കേട്ടോ, ഇതാണ് മുജീബാക്കാന്റെ കന്നു. അൻവറാക്കാന്റെ ഓലൊക്കെ ഏകദേശം ഒരേ ഒപ്പമുള്ള ടീമുകളാണ്. തീരുമാനമാവോ? തീരുമാനം ആക്കണല്ലേ? അപ്പൊ 20 ഉണ്ട് മൊത്തത്തില്, ചെറുതും വലുതും ഒക്കെ പാടായിട്ട്. ഈ നിൽക്കുന്ന കാളൊക്കെ നമ്മൾ തന്നെയാണ്. ഈ വരി മൊത്തം കളതാണ്, വലിയ കാളാര് കംപ്ലീറ്റ്. ഓങ്കോളും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. വടക്കന്മാരില്ല, തമിഴ്നാട് എല്ലാം ഉണ്ട്. 65,000. ഇതാണ് കേട്ടോ മോനെ നരി. നരികൾ കുറെ ഉണ്ട്, നരികളും പുലികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്താ സൈസ്, ഒരാൾ പോയി നിൽക്കാൻ പോയില്ല. കാരണം ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്ന ഒരു ഐഡിയ ഇല്ല. അമ്മാതിരി സൈസ് സാധനങ്ങളാണ്, അമ്മാതിരിയാണ് പേറ്റിഞ്ചായി സാധനങ്ങൾ. നോക്ക്, ഇങ്ങനെ നിൽക്കുമ്പോൾ ബേക്കിൽ കൂടെ എപ്പോഴാണ് വേറെ മൂരിയും കാലും വന്ന് കുത്തുന്ന അറിയില്ല, അതാണ് സംശയം. ഇതൊക്കെ നോക്ക്, എന്താ ചൊറുക്കൊക്കെ. അതെ, പോത്തോടെ പോത്തട്ടോ. ബേക്കൊന്നും നോയിക്കോട്ടോ, അവിടുന്ന് വരിക. എന്താ അവസ്ഥ, ചന്ത എന്താ അവസ്ഥ? ചൂടാണല്ലേ? ഇന്നിപ്പോ അവസാനത്തെ പെരുന്നാൾ ചന്തയാണ് അല്ലേ? അടുത്ത ബുധനാഴ്ച കിട്ടുമോ? അതിന് അത്ര ഷെയറുണ്ടാവില്ലല്ലോ, ഉണ്ടാവില്ല. മിക്ക ആൾക്കാരും ഒരു പേടിച്ചാണ്ട് ഇന്ന് വാങ്ങിക്കൂട്ടൂല്ലേ മിക്കവാറും, അടുത്ത ആഴ്ചത്തേക്ക് വെക്കാതെ അല്ലേ? ചിലപ്പുണ്ടാവും, ചിലപ്പോ അതിന് വേണ്ടി അടുത്ത ആഴ്ച അത്ര ഷെയർ ഉണ്ടാവില്ല അല്ലേ? മെയിനായിട്ട് പോത്തോടെ മെയിനായിട്ട് വരിക കാളെ പോത്തോ? രണ്ടും ഉണ്ടാവും. എന്താ വില വന്ന മട്ടം? വില ഉണ്ട് അല്ലേ? 400 കിലോ അല്ല?
ഓക്കെ. അപ്പൊ വിലയാണ് കുഴപ്പമില്ല അല്ലേ? വലിയ വില അല്ലേനു? 500 രൂപയ്ക്ക് എത്തിയില്ല? 500 രൂപയ്ക്ക് എത്തില്ലല്ലോ? 500ന്റെ മേലൊക്കെ പോകും ചിലപ്പോ അല്ലേ? നല്ല കന്നിന് 500ന്റെ മേലെ ചൊറുക്ക് കൂടുകയാണെങ്കിൽ വിലയും കൂടും അല്ലേ? കന്ന് കൂടിയാലും കുഴപ്പം എന്താ വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ നമുക്ക്. അതായത് അടുക്കാൻ പറ്റൂല, കാരണം അത്രയും ഫില്ല് ചെയ്തിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. പിന്നെ ഇത് പോത്തും കാളയും വല്ലാണ്ട് അടുത്ത് പോയാൽ ചവിട്ടും കുത്തും കിട്ടില്ലെന്ന് ഉറപ്പൊന്നുമില്ല. ഒരു ഭാഗത്ത് നിന്ന് എടുക്കല, വേറെ രക്ഷയില്ല. സംഭവം ഇഷ്ടം പോലെ അതുകൊണ്ട് പോകാനായിട്ട് രക്ഷയില്ല. അല്ല നമ്മൾ അത്രയും ഇതിൽ വരണം. ഞാൻ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വർക്കിന് പോകുന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്തായാലും ഇഷ്ടംപോലെ കന്നുണ്ട്. പക്ഷെ എന്താണ് പോവാൻ ഒരു രക്ഷയില്ല എടുത്തേക്കൊന്നും. ഇതിൽ പോവപ്പോ ബ്ലോക്കാട്ടോ, നമ്മൾ പെട്ടു. ഒരു രക്ഷയില്ലല്ലേ? ഉണ്ടാവോ നമ്മളെ അങ്ങാടത്തേക്ക് എത്താട്ടോ, രക്ഷയില്ല. നമ്മളെ വഴി കാട്ടാൻ വേണ്ടി ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വന്നു. യെസ്, നമ്മൾ എത്തിട്ടോ. റമീസ നമസ്കാരം. അപ്പൊ മഞ്ചേരി ചന്ത പീക്ക് ഇതിൽ നിൽക്കണ്ട് ഇപ്പൊ അല്ലേ? എത്ര വന്നിട്ടുണ്ട്? 14. ഫുൾ പോത്താളാ? എത്ര ഏകദേശം വെയിറ്റ് വരും? വളത്തൂട്ടിനെ പോലെ തന്നെയുള്ള സാധനങ്ങളല്ലേ? രണ്ടിന്റെ ഇടയിൽ നിൽക്കുകയാണ്. വലുതുമായിട്ടില്ല, മീഡിയം പോത്തലാണല്ലേ? ഓരോന്നിന് വില വെച്ച് പറഞ്ഞു. 85. 85. അപ്പൊ 77. 7500. ഓക്കെ, 7500 ഓക്കെ കേൾക്കാം. ഓക്കെ, 6.4 എടുക്കാം. 75. ഒക്കെ ഏകദേശം ഒരേ റേഞ്ചാണ് അല്ലേ? ഓക്കെ. അപ്പൊ മറ്റേ നല്ല കുട്ടികൾ അല്ലേ? ചെറിയ പരിപാടി ഒക്കെ നല്ല 2 വയസ്സായിട്ടുള്ള കുട്ടികൾ. അത് വലിയ വില ഒന്നുമില്ല, വലിയ സൈസും ഇല്ല, ഒരു മര്യാദ. അതെ, എന്തെങ്കിലും ഇനിയിപ്പോ സാധനം വേറെ ഉണ്ടാവും നിങ്ങളടുത്ത്? വേറെ ഉണ്ട്, പൊതുവെ ഉണ്ട് അല്ലേ? അപ്പൊ ഇനി ഒരാഴ്ച സമയമുള്ളൂ ഇല്ലേ? ഓക്കെ, ഉണ്ടാവും. ഗ്യാരണ്ടി ആണല്ലേ? പോത്ത് ഗ്യാരണ്ടി ആണ്. നല്ല പോത്താണ്, നല്ല കിടക്കാച്ച, ഒരു കേടുകാത്ത പോത്താണ്. അതെ. നമ്പറോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് വിളിക്കാം അല്ലേ? നമ്പർ വിളിച്ചാലേ? ഓക്കെ. മഞ്ചേരി തന്നെ ഉണ്ടോ? എന്നാൽ അടിപൊളി കുട്ടികൾ. എന്താ പറയാ, നമ്മള് നാടൻ പോത്താണെങ്കിലും ഒരു മൊറാക്രോസ് പോലത്തെ നല്ല നെറ്റിയൊക്കെ ഉള്ള നല്ല ചോറ് കുട്ടികൾ അല്ലെ? ഒതുങ്ങിയ കുട്ടികൾ, വലിയ സൈസ് ആണല്ലേ? അതാണ് നല്ല തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? പകുതി ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അന്ന് നല്ല സമയത്ത് നിൽക്കണല്ലേ? നല്ല ചൂടാണ്, നല്ല ചൂടാണ്. അപ്പൊ കഴിഞ്ഞു. എത്ര ആഴ്ച കിട്ടി? പക്ഷെ എന്നാലും ഈ ആൾക്കാരെ പേടിയപ്പോ ഈ ആഴ്ച വല്ല തീര. അതെ, അപ്പൊ ആൾക്കാർ വാങ്ങണല്ലേ? നമുക്ക് പേടില്ല, നമ്മള് അതെ, ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മള് ഓക്കെ. വലിയ മുത്തളൊക്കെ ഒരു കുട്ടികളോ രക്ഷയില്ല. കാരണം അമ്മര് തിരക്കാണ്, അത്രയും ആൾക്കാരാണ്. അവിടെ നമ്മളൊരു മൂലക്കെട്ടോ, നമ്മളെ ചെറുക്ക ഇവിടെ വന്ന് നമ്മൾ രക്ഷിച്ചാട്ടത്. ഇവിടെ വേറെന്താ? റബീൻ. അപ്പൊ റബീനാട്ടോ നമ്മളെ കൊണ്ടുവന്നത്. ഓന്റെ ടീമാണ്. ഇവിടെ വേറെന്താ? ഫയാസ്. മുപ്പത് റമീസ് അല്ലേ? അപ്പൊ റബീന്, ഫയാസ്, ഉറുമി അല്ലേ? ഉറുമി. അപ്പൊ ഉറുമീനെ ഇട്ടത് ഉറുമീനത്തെ വലിപ്പമുണ്ട്. ആദ്യം അടിപൊളിയാ. അതുപോലെ കണ്ണാട്ടത്. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടപ്പോ കൊണ്ടുവന്നു. നമ്മളെ അങ്ങോട്ട് വഴി കാട്ടി കൊണ്ട് നട്ടവൻ. അപ്പൊ അതിലും പോട്ടെ കേട്ടോ, കാണാം. സത്യം പറഞ്ഞാല് രണ്ടെണ്ണം കണ്ട വേറെ അഴിവേട് നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും ഇഷ്ടം പോലെ. പക്ഷെ എന്താ അറിയോ, നിങ്ങളെ കണ്ടില്ലല്ലോ അതിന്.
കന്നുണ്ടോ എവിടെ കന്നില്ല വെറുതെ വന്നാ കാണാൻ വണ്ടി ആ വണ്ടി ശരിക്കും വണ്ടി ഉണ്ടോ അപ്പൊ അമ്പൻ പോത്തല്ലോ അടിപൊളി പോത്ത് അടിപൊളി വലിയ പോത്തല്ലോ മാടിക്കണ്ടല്ലോ കന്നാളെ നമുക്ക് എന്താ സൈസിൽ പാറ്റത്തെ സാധനമാണ് പാറ്റത്തെ സാധനം എങ്ങോട്ട് പോകാൻ രക്ഷയില്ല കേട്ടോ സാധനം വന്നോണ്ടേ ഇരിക്കുകയാണ് ഓക്കെ കന്നാളൊക്കെ വരുന്നുണ്ടോ ഇഷ്ടംമാതിരി പറഞ്ഞാല് ഇഷ്ടംമാതിരി സാധനം ഇതൊക്കെ വന്ന് കിടക്കുകയാണ് വണ്ടി സാധനം നോക്ക് ഇതൊക്കെ വന്ന് കിടക്കുകയാണ് അതായത് നമ്മളൊക്കെ ചായക്കടയിലൊക്കെ നല്ല തിരക്കോട്ടോ കാരണം നമുക്ക് ഇത് ഫുള്ള് കടിയാണ് ഇതൊക്കെ ആൾക്കാരുണ്ട് അതാണ് അവസ്ഥ അപ്പേ കന്നുകളെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ കഴിയാതെ റോട്ടുമ്പോൾ തന്നെ കന്നിറക്കിയിട്ട് എന്ത് ചെയ്യാണ് കൊണ്ടുപോകട്ടോ കാരണം അത്രയും സമയം പോവാണ് അപ്പം എന്ത് ചെയ്യാണ് ഓൾറെഡി അവിടെ നിന്ന് തന്നെ നടത്തി കൊണ്ടുപോകണം ഇവിടെ കൊടുത്തുള്ളൂ അവിടെ കാക്കയൊക്കെ ആരുടെ വലിയ കൊണ്ടുപോയി പുറത്താക്കുന്നുണ്ട് ഇത് കൊണ്ടുപോകട്ടോ മിക്കവാറും വാങ്ങി കൊണ്ടുപോകും അല്ലെങ്കിൽ ഇറക്കണം ഇത് ഇറക്കുകയാണ് ഞാൻ തീരുമാനമായിട്ടില്ല പോയാലും മിക്കവാറും എന്തെങ്കിലും വരവ് നിൽക്കില്ല നമുക്ക് അടുത്ത് പോയിട്ട് വില വയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ അമ്മമാർ തിരക്കാണ് ഇതെല്ലാവരും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചോദിക്കാൻ പാടില്ല അപ്പോൾ ജീവാക്കാൻ്റെ വില പറഞ്ഞത് എന്തൊരു ഭാഗ്യത്തിലാണ് കാരണം ഇത്രയും നല്ല സ്ഥലമല്ല ഇറക്കാനൊരു സ്ഥലമല്ല അപ്പോൾ ഈ പോത്തുകളൊക്കെ കച്ചവടമായിട്ടോ അതൊക്കെ ഏറ്റുകൊണ്ടതാണ് സാധനങ്ങളൊക്കെ എന്താ അടിപൊളി പോത്തുകൾ കയറുന്നൊക്കെ ഒരു മടിയില്ലാതെ കയറുന്നട്ടെ സിമ്പിളായിട്ട് കയറുന്നത് കയറ്റുന്ന കേട്ടോ ആള് കുറച്ച് അലമ്പാണ് മൂക്കയറില്ല ഒറ്റക്കയറ് മാത്രമേ ഉള്ളൂ പോകാനുള്ള പരിപാടിയൊന്നും ഇല്ല അവിടെ ഒരു കാളിറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക മേലിൽ കയറുന്ന വിഷയം ഉണ്ടാകുന്ന കുഴപ്പതാണ് ആദ്യത്തെ കാളയാണ് ഇതിൻ്റെ ഇടയിൽ ചെറിയ പോത്തുകളാണ് അങ്ങനെ കയറി കഴിഞ്ഞാൽ അമ്മമാര് സൈസാണ് സാധനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കട്ടെ ഒരു രക്ഷയില്ല നമ്മളെ വധൂതാക്കലുണ്ട് അവിടെ വധൂതല്ല ദാവൂദ് ചന്തേന്റെ ഓണർ മൂപ്പരാട്ടോ പൈസക്ക് ഇത് കാരണം ഇന്ന് ചന്ത അത്യാവശ്യം ചന്ത ഉണ്ട് അവിടെ തന്നെ എന്താ പറയുക മൂപ്പരെ പേഴ്സൺ അറിയാൻ ചാൻസ് ഉണ്ട് അതിന് ഓരോ കന്നിനാണ് വില ഓരോ കന്നിനും ഓരോ വണ്ടിക്കാണ് വില അപ്പൊ വണ്ടീന്റെ വാടക വാങ്ങി പോകട്ടോ അതാണ് സംഭവം വണ്ടി പൈസ കൊടുക്കണു ഇറക്കണു റെസീപ്റ്റ് എഴുതി കൊടുക്കണം അതാണ് പരിപാടി അങ്ങനെ ഇഷ്ടംമാതിരി കന്നാണ് ഇഷ്ടംമാതിരി കന്ന് ഇത് വാങ്ങിക്കൊണ്ടു പോകട്ടോ പോത്ത് വാങ്ങിയോ എത്രയായി 65 ട്ടോ ലാസ്റ്റ് 65 അല്ലേ 65 കിട്ടി ആ അപ്പൊ 65 ഉറുപ്പിന്റെ സാധനം കേട്ടത് ഉണ്ടോ 65 ഉറുപ്പിക്ക് കൊടുത്ത സാധനം ഓക്കെ എന്താ മട്ടം നോക്കെ അപ്പോൾ 65,000 മഞ്ചേരി ചന്തേന്ന് ഈ ഒരു കന്നിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ 65 ഉറുപ്പിന്റെ കന്ന് ഒരു മര്യാദ കന്ന് അപ്പോൾ ശരിക്കും കേട്ടല്ലോ 65,000 ഉറുപ്പിക്ക് കേട്ടോ കന്ന് വാങ്ങിക്കുന്നത് 65 മുതൽ. അപ്പൊ ഉറുമിക്കാക്കന്റെ സാധനം വന്നു കേട്ടോ
രണ്ട് അടിപൊളി സാധനങ്ങൾ അല്ലേ? അപ്പൊ നല്ല മുറയാണല്ലേ? മുറ അപ്ഡേറ്റ് പെട്ടതാ? മുറ അപ്ഡേറ്റ് പെട്ട സാധനം. കുട്ടികളില്ല, കുട്ടികളിപ്പോ തന്താളായി അല്ലേ? വലിയ പോത്താളായി. പക്ഷെ 4 കിലോ ഉണ്ടാവും അല്ലേ? ഓക്കെ. എന്ത് ചോദ്യം? 1.30 വെച്ചല്ലേ? ചെറിയ വില ഉള്ളു. മറ്റേ കുട്ടികളെ അപേക്ഷിച്ചിട്ട് വില കുറവാണ്. അതെ, നമ്മളെ മണിയന്റെ ഒക്കെ മാതിരിയുള്ള പോത്തുകൾ കേട്ടോ. അത് അടിപൊളി സാധനം. 4.5 കിലോയാണെന്ന് പറഞ്ഞു. ഓ നോക്കണ വലിയ പ്രായം കിട്ടോ, കുറച്ച് പ്രായമുണ്ട്. കാരണം കൊമ്പൊക്കെ ചുളിഞ്ഞിക്കണ്, എന്താ പറയാ, മടങ്ങിക്കണ്. എന്താ ഇതെന്താ 72? 75. അത് 3 കൂട്ടില്ല. 75ന്റെ പോത്താട്ടത് നോക്ക്. അടിപൊളി പോത്ത്, നല്ല വളർത്താൻ പറ്റിയ കുട്ടികള്, നല്ല ഉത്സാര കുട്ടികള്. നോക്ക് അടിപൊളി ഐറ്റം ഇവിടെ കാണില്ലല്ലോ, കാണാത്ത ഐറ്റാണ്. പുറത്തേക്ക് ഇറക്കാതെ വളർത്തിട്ടേ ജോലിയൊക്കെ സാധനത്തിന് ഇറക്കാൻ നിൽക്കല്ലോ. അടിപൊളി പോയി. അത് മൊത്തത്തില് കാളല കിട്ടിയ കിട്ടോ നമുക്ക്. നീലിരവിനെ ഇറക്കാട്ടോ. കൊടുത്തൂല്ലേ? അടിപൊളി സാധനം. ചെറുപ്പാണല്ലേ? സംഭവം ചെറുപ്പാട്ടോ, പക്ഷെ കാണുമ്പോ വലുതാണെങ്കിലും ഒരു അതിന്റെ ഐറ്റത്തിന്റെ മികവുകൊണ്ടാണ് അത്രയും സൈസ്. കമ്പക്കാരെ കാത്തിക്കാൻ പറ്റില്ലേ, ചെലവാണ്. അടിപൊളി സാധനം കേട്ടോ. അതൊക്കെ എന്താ വില അറിയേ? എന്താ വില പറഞ്ഞേ? 2.5 ലക്ഷം കേട്ടോ. 2.5 ലക്ഷത്തിന്റെ നീലിരവി കിട്ടോ മഞ്ചേരി ചന്തയില്. എന്താ സാധനം നോക്ക്, ചോർക്കൊക്കെ. അതെ, വൃത്തി പറഞ്ഞല്ല, പുറത്തേക്ക് ഇറക്കാതെ വളർത്തിയ സാധനമാണ്. അതെ. എത്ര വയസ്സായി ഇപ്പോ? എത്ര വയസ്സായി തന്നെ? 3 വയസ്സായില്ലേ? ഓക്കെ. അപ്പോളേ അടിപൊളി കുറച്ച് മൊറാപ്പൂത്തിൽ ഇറക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു. പക്ഷെ സമയം എന്തായി, സമയം നമ്മൾ വന്നിട്ട് കഴിഞ്ഞു കേട്ടോ. 8:22 9 മണിക്കൊക്കെ ഓഫീസിൽ കയറണം. ഇതൊക്കെ ലീവാക്കി വന്ന് കാണേണ്ട ഒരു ദിവസമാണ് കേട്ടോ. പക്ഷെ എന്താ ചെയ്യാ, നമുക്കൊരു നിവൃത്തിയില്ല. നമുക്ക് ഏതായാലും മഞ്ചേരി ചന്ത അടിപൊളി കേട്ടോ. ചന്തയിൽ എണ്ണ കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതിന് വേണ്ടി കുറച്ച് എണ്ണയ്ക്കാണ് നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാം. പക്ഷേ ഒരുപാട് എണ്ണ ഉണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കൽ നടക്കൂല, ഒരിക്കലും നടക്കൂല. കാരണം നമുക്ക് കണ്ടിക്കാൻ തന്നെ പറ്റൂല, അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് ഏരിയ കവർ ചെയ്തില്ല, കുറച്ച് ഏരിയ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മഞ്ചേരി ചന്ത അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.